ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ചൗവരി വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഒരു കപ്പിന് 3/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. നമ്മൾ വലിയൊരു പാത്രത്തിലോട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ചവ്വരി കുതിർത്തത് ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കഴിഞ്ഞെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ജോലിപ്പിക്കാം. എന്നിട്ട് ബോളുകളാക്കി എടുക്കാം. കുറച്ച് ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ബോളുകളായി ഉരുട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ ബോള് ഉരുട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മധുരവും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഉണ്ട്, അത് നമ്മൾ പാലെടുത്ത് ഒഴിച്ച് വെച്ചേക്കാം. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ മിൽക്കി മേഡ്. കണ്ടൻസ് മിൽക്കാണ് നമ്മൾ ഒഴിച്ചത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇതൊന്ന് വേവുമ്പോൾ ബോൾസ് എല്ലാം പൊങ്ങിക്കിടക്കും. അങ്ങനെ നമ്മുടെ ചവ്വരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ എല്ലാം വെന്തൊക്കെ വരുന്നുണ്ട്, അത് പൊങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇനി ഇതൊരു പാത്രത്തിലോട്ടാക്കാം. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇനി ഇതൊരു പാത്രത്തിലോട്ടാക്കാം. നമ്മുടെ ചവ്വരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബോള്
കണക്കുണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആയാലും വൈകിട്ടായാലും എല്ലാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ചവ്വരി വെച്ച് നമ്മളിങ്ങനെ ബോൾ മാതിരിയാക്കി കുതിർത്തിട്ട് ചൂടുവെള്ളത്തിട്ട് കുതിർത്തിട്ട് പിന്നെ പാലും കണ്ടൻസ് മിൽക്കും ഏലക്കയും ഒക്കെ ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ്, കഴിച്ചു വെക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് മുതിർന്നവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, 4 മണി പലഹാരമായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. വല്ല ചേരുവകളൊന്നുമില്ല, വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സോഫ്റ്റാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. ചവ്വരി കുതിർക്കേണ്ട പാടേ ഉള്ളൂ, അല്ലാതെ ഒരു അരമണിക്കൂർ ചവ്വരി വെച്ച് കുതിർത്ത് പിന്നെ വെള്ളമെല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ട് പിന്നെ കുഴച്ചെടുക്കണം. ബോൾ കണക്കായി ഇങ്ങനെ ഇരിക്കും. ബോൾ കണക്കാക്കി എടുത്താൽ നമുക്കിങ്ങനെ വലിയ ചേരുവയൊന്നുമില്ല, വീട്ടിലുള്ള ചേരുവ കൊണ്ട് ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല വേറൊരു ചേരുവയില്ല. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക.